നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സ്വകാര്യ കമ്പനികളുടെ യഥാർത്ഥ ഗുണഭോക്താവായ ഉടമ, അതായത് UBO അൾട്ടിമേറ്റ് ബെനിഫിഷ്യൽ ഓണർ ആരാണെന്നുള്ള വിവരം നൽകാത്ത കമ്പനികൾക്കെതിരെ പിഴ നൽകി തുടങ്ങിയതായി ദുബായ് എക്കണോമി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നു. വിവരം നൽകാനുള്ള അവസാന ദിവസം ജൂൺ 30 ആയിരുന്നു. ദുബായ് എക്കണോമിയിലെ കൊമേഴ്ഷ്യൽ കംപ്ലയിൻസ് ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വിഭാഗമാണ് പിഴ ചുമത്തുന്നത്. UAE മന്ത്രിസഭാ തീരുമാനം അനുസരിച്ച് യഥാർത്ഥ ഉടമയെ കമ്പനികൾ വെളിപ്പെടുത്തിയിരിക്കണം. ദുബായിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനികൾ ദുബായ് എക്കണോമിയുടെ പേജിൽ അടിയന്തരമായി വിവരങ്ങൾ നൽകണമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുന്നു. ദുബായ് എക്കണോമിയുടെ അംഗീകൃത സേവന കേന്ദ്രങ്ങളിലും വിവരം അറിയാൻ സാധിക്കും. സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികൾക്ക് ഇത് ബാധകമല്ല. അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളെയും അവരുടെ ഉടമസ്ഥയിലുള്ള ഉപകമ്പനികളെയും ഒഴിവാക്കിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. യഥാർത്ഥ ഉടമയുടെ പേര്, രാജ്യം, ജനിച്ച സ്ഥലം, മേൽവിലാസം തുടങ്ങിയവയെല്ലാം നൽകണം. യാത്രാ വിവരങ്ങൾ, തിരിച്ചറിയൽ കാർഡുകൾ തുടങ്ങിയവയും രജിസ്റ്ററിൽ ഉൾപ്പെടുത്തണം. ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ 15 ദിവസത്തിനുള്ളിൽ വിവരം അധികൃതരെ അറിയിക്കണമെന്നും നിർദ്ദേശം നൽകിയിരിക്കുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ, വ്യാജ കടലാസ് കമ്പനികൾ എന്നിവയ്ക്കെതിരെ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമാണിത്. ആരാണ് UBO എന്ന് നോക്കാം. ഒരു സ്ഥാപനത്തിന്റെ 25% ഓഹരികളെങ്കിലും കൈവശമുള്ളവർ, വോട്ടിംഗ് അധികാരമുള്ളവർ, ഉദ്യോഗസ്ഥരെ നിയമിക്കാനും മറ്റും അവകാശമുള്ളവർ തുടങ്ങിയവരെല്ലാം UBO ആണ്. ഇങ്ങനെ നേരിട്ട് ഉടമസ്ഥയുള്ള ആളില്ലെങ്കിൽ മാനേജ്മെന്റ് പ്രതിനിധികളാവും UBO. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.